പത്തരമാറ്റ് സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശന് ആദർശ് വാക്ക് കൊടുക്കാണ്. മുത്തശ്ശൻ ആഗ്രഹിക്കുന്നത് പോലെ അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിതാവസാനം വരെ ഞാൻ കഴിഞ്ഞോളാം എന്നുള്ള വാക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ചെറുതായിട്ട് ഞങ്ങൾ അകന്നു നിന്നത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവളുമായിട്ട് അടുത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു പറയണേ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശന് ഒരുപാട് സന്തോഷമാവാണ്. എനിക്ക് സന്തോഷമായി മോനെ, ഒരുപാട് സന്തോഷമായി. നയനമോൾ എവിടെയെന്ന് ചോദിക്കുകയാണേ. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുമ്പോൾ അയ്യോ അവൾ റൂമിൽ നിന്ന് പോയി കാണോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ആദർശ്. എന്തിനാ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവള് രാവിലെ മുതലേ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ വ്രതം എടുത്തോണ്ടിരിക്കുകയാണ്. നീ അവളെ പൂക്കൾ ഇട്ടിട്ട് ആശീർവാദം നൽകിയാൽ മാത്രമേ അവളുടെ വ്രതം പൂർത്തിയാവുള്ളൂ. അതിനുശേഷം മാത്രമേ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നീ അവളെ കൂട്ടി വന്നിട്ട് എത്രയും വേഗം തന്നെ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയാണേ. നയന പോയി കാണോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ആദർശ്. മുത്തശ്ശ ശരിയെന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നയന പോയിട്ടില്ല. നയനാണെങ്കിൽ അവളുടെ ആഭരണങ്ങളെല്ലാം ഊരി വെക്കുമ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആദർശ് അതൊന്നും ഊരണ്ട എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സ്വത്താണ്, ഇതെല്ലാം ഞാൻ ഊരി വെച്ചിട്ട് എൻ്റെ ബാഗ് വരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. വഴിയിൽ ഒരാൾ ഇറങ്ങി പോകുന്ന സമയത്ത് ആരോടും പറയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഒരു ട്രെയിനിൽ യാത്ര ചെയ്തതുപോലെയല്ലേ ഇത്രയും കാലം മുന്നോട്ട് പോയത്. അതുമാത്രമല്ല നിങ്ങളുടെ അടുത്ത് തന്നെ എനിക്കൊരിടം തന്നിട്ട് ഇത്രയും നാൾ കൂടെ നിർത്തിയല്ലോ, അത് തന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഹാപ്പി ജേണി. ഞാൻ ഇറങ്ങി പോവാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ എൻ്റെ അടുത്ത് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായതാണ്. പറയാതെ പോകുന്നത് മര്യാദയല്ല എന്നുള്ള കാര്യം തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ റൂമിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തു നിന്നത്. നിങ്ങളോട് പറഞ്ഞതിന് ശേഷം വേണം ഇവിടെയുള്ള ബാക്കിയുള്ളവരോടും യാത്ര പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പോവാണ്. നിക്ക്, നീ പോവരുത്. നീ എങ്ങോട്ടും പോവേണ്ട കാര്യമില്ല. എന്താ നിങ്ങളുടെ മനസ്സ് മാറിയെന്ന് ചോദിക്കുമ്പോൾ നീ പോവരുത്, നിക്ക്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ജഡം പോലെ, ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണോ? നീ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് വെറുതെ എന്നെ കുഴപ്പിക്കരുത്. ഇത്രയും കാലം നീ നിന്നു, ഇനി കുറച്ച് സമയം കൂടി എനിക്ക് തരണം. മനസ്സിലായില്ല? കുറച്ച് നാളെന്ന് ഉദ്ദേശിച്ച കുറച്ച് നാളെന്ന് പറഞ്ഞ കുറച്ച് നാൾ. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അറിയില്ല. കുറച്ച് ടൈം വേണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് നാൾ കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുറച്ച് നാൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് മാറിയിട്ട് എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുമോ? എനിക്ക് ശരിയായിട്ടുള്ള ഒരു ഉത്തരം വേണം. കുറച്ചു മുമ്പ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയുന്നു. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്നുള്ള കാര്യം എനിക്ക് ശരിയായിട്ടുള്ള ഒരു ഉത്തരം കിട്ടണം. എന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഇത് കേട്ട ആദർശ് പറയുന്നത് ഇനി അങ്ങോട്ട് നിന്നെ സന്തോഷത്തിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താന്ന് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറയുന്ന കാര്യം വിശ്വസിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയാണേ. തുടർന്ന് ആദർശാണെങ്കിൽ ഇത്രയും നാളെ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞു, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എങ്കിൽ പോലും ഇനി അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ രീതിയിൽ മാറ്റം വന്ന് നിന്നെ ഞാൻ സന്തോഷത്തോടു കൂടി കൂടെ കൊണ്ടുപോകും. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു നയനെ ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ വിശ്വാസമാകണം, അതല്ലേ? നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ ആദർശ്. തുടർന്ന് ഹാളിലാണെങ്കിൽ എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ജലജ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്താ എല്ലാവരും ഇവിടെ നിർത്തിയിട്ട് ആദർശിനെ കൊണ്ട് തന്നെ നയനയെ വിളിപ്പിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ഇനിയിപ്പം പൂജേൻ്റെ സമയത്ത് വിട്ടുപോയ കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ? അതൊരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. നയനയാണെങ്കിൽ ഈ വിട്ടു പോകുന്നത് നിനക്ക് കാണാം എന്ന് പറയണേ. അപ്പോഴാണ് ആദർശ് നയനയുടെ കൈയും പിടിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് വരുന്നത്. ഇത് ആദ്യം കാണുന്നത് ജലജയാണ്. ഏട്ടത്തി നോക്ക് എന്ന് പറഞ്ഞിട്ട് ദേവയാനിക്ക് കാണിച്ചു കൊടുക്കണേ. ദേവയാനി ഇത് കണ്ടിട്ട് അന്തം വിട്ട പോലെ നിൽക്കുന്നുണ്ട്. ഇതാ മുത്തശ്ശ, നയനയെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു എന്നാണ് കേട്ടോ ആദർശ് ആദ്യം പറയുന്നത്. ഇത് കേട്ട മുത്തശ്ശി ഒരുപാട് സന്തോഷമായി മോനെ. ഇന്ന് പൂജയ്ക്ക് വേണ്ടിയിട്ട് കാലിൽ കാപ്പ കെട്ടിയിട്ടുണ്ട് നയനമോള്. അത് ഊരണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് കാപ്പ് ഊരിയിട്ട് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കണം. അതിനുശേഷം മാത്രമേ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാ മോനെ ആശീർവാദം കൊടുക്കുക എന്ന് പറയുകയാണെ. അങ്ങനെ പൂക്കൾ താലത്തുനിന്ന് എടുത്തിട്ട് നയനയുടെ അടുത്ത് കാലേ വീഴാൻ വേണ്ടിയിട്ട് ആദർശ് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നയന കാല് തൊട്ടിട്ട് അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് പൂക്കൾ തലയിലിട്ടിട്ട് അനുഗ്രഹം കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ശരിക്കും നയനയ്ക്ക് വലിയൊരു അത്ഭുതമായിട്ട് തന്നെ മാറുകയാണ്. തുടർന്ന് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശ നിങ്ങളാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അനുഗ്രഹം തന്നിട്ട് എൻ്റെ വ്രതം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത്.
തുടർന്ന് ജാനകി പറയുന്നുണ്ട്, മുത്തശ്ശന്റെ കാലിൽ വീണിട്ട് അനുഗ്രഹം മേടിക്കുകയെന്ന്. രണ്ടുപേരും അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് രണ്ടുപേർക്കും അനുഗ്രഹം നൽകുകയാണ് കേട്ടോ മുത്തശ്ശൻ. എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു പിറക്കട്ടെ, ദൈവത്തിന് സാക്ഷിയായിട്ടാ പറയുന്നത് എന്നുള്ള കാര്യം മുത്തശ്ശിയും പറയുകയാണേ. ഇതെല്ലാം കണ്ടിട്ട് ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്.